जय राधा माधवा कुंज विहारी। जय राधा माधवा कुंज विहारी। जय गोपी जन वल्लभा जय गिरिवरधारी। जय गिरिवरधारी। जय गोपी जन वल्लभा जय गिरिवरधारी। जय गिरिवरधारी। जय यशोधनंदन जय व्रजनरंजन। जय यशोधनंदन जय व्रजनरंजन। जय यमुना तीरवनचारी जय कुंज विहारी। जय यमुना तीरवनचारी जय कुंज विहारी। जय राधा माधवा जय कुंज विहारी। हरे कृष्णा 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे। हरे राम 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 हरे हरे। जय राधा माधव राधे। जय राधा गिरिधारी राधे। जय राधा गोकुल नंदन राधे। जय कृष्ण बलराम जय कृष्ण बलराम। जय जगन्नाथ बलदेवा जय सुभद्रमाई। जय गौरानिताय गौरानिताय जय गौरानिताय। जय जय प्रभुपाद जय जय प्रभुपाद। जय जय गुरुदेव जय जय गुरुदेव। निताय गौर हरि बोल निताय गौर हरि बोल। जय श्री राधा माधव की जय। जगन्नाथ बलदेव सुंदर महारानी की जय। नरसिंह भगवान की जय। गौरताई की जय। श्रील प्रभुपाद की जय। गुरु महाराज गौर प्रेमानंदी हरि हरि बोल। वीरेंद्र श्रीमद भागवतम की जय। श्रील प्रभुपाद की जय। हरे कृष्ण। നമുക്കിന്ന് എടുക്കാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ കാൻഡോ 4-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അഭിമന്യു സുതം സോധാ പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാചര്യം കർമാണി ച ഗൃണീഹിനാം. അഭിമന്യു സുതം സുധാ പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാചര്യം കർമാണി ച ഗൃണീഹിനാം. അഭിമന്യു സുതം സുധാ പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാചര്യം കർമാണി ച ഗൃണീഹിനാം. വാക്കർത്ഥം: അഭിമന്യു സുതം, അഭിമന്യു പുത്രൻ, സുത ഓ സുത ഗോസ്വാമി, പ്രാഹു പ്രസ്താവിക്കപ്പെടുന്നു, ഭാഗവത ഉത്തമം ഒന്നാന്തരം ഭഗവത് ഭക്തൻ, തസ്യ അദ്ദേഹത്തിന്റെ ജന്മം മഹാ ആശ്ചര്യമാകുന്നു, മഹാത്ഭുതമാകുന്നു. കർമാണി കർമ്മങ്ങൾ, ച ഗൃണീഹി ദയവായി പ്രസ്താവിച്ചാൽ, ഞങ്ങളോട്. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരിഷത്ത് മഹാരാജാവ് ഭഗവാന്റെ ഒന്നാന്തരം ഉത്തുംഗ ഭക്തനാണെന്നും അദ്ദേഹത്തിന്റെ ജന്മ കർമ്മങ്ങളൊക്കെ മഹാ അത്ഭുതങ്ങളുമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആകയാൽ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. മഹാരാജാവ് പരിഷത്തിന്റെ ജനനം മഹാ അത്ഭുതമാണ്. എന്തെന്നാൽ അദ്ദേഹം മാതാവിന്റെ ഗർഭപാത്രത്തിൽ പരമദിവ്യോത്തം പുരുഷനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഒരു ഗോവിനെ വധിക്കാനുള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടിരുന്ന കലിയെ അദ്ദേഹം കഠിനമായി ശാസിച്ചു. ആകയാൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും മഹാ ആശ്ചര്യങ്ങളാണ്. മാനവ സംസ്കാരത്തെ സമാപ്തമാക്കുക എന്നതാണ് ഗോവധം ഉദ്ദേശിക്കുന്നത്. പാപങ്ങളുടെ മഹാപ്രതിനിധിയാൽ ഗോമാതാവ് വധിക്കപ്പെടുന്നത് തടയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മരണം മുൻകൂട്ടി അറിയുകയാൽ അദ്ദേഹത്തിന്റെ മരണവും സർവാതിശയമാകുന്നു. ഏതൊരു മർത്യനും അത് ആശ്ചര്യകരം തന്നെയാണ്. ആകയാൽ ഗംഗാ നദീരത്ത് ഉപവിഷ്ടനായി ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ ശ്രവിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം മരണം വരിക്കാൻ സന്നദ്ധനായി. മരണം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ നാളുകളിൽ അദ്ദേഹം ജലപാനവും നിദ്രയും ഉപേക്ഷിച്ച് നിത്യേന ശ്രീമദ് ഭാഗവത ശ്രവണം നടത്തി. ആകയാൽ അദ്ദേഹത്തെ സംബന്ധിച്ച സർവ അതിശയകരങ്ങളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നത് മേന്മയുള്ളതുമാകും. പരിഷത്ത് മഹാരാജാവിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിസ്തരിച്ച് ശ്രവിക്കാനുള്ള വാഞ്ച ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഓജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപം ഗതാമഹ്യം തദാദി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥന്വതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയം. വാഞ്ചാകൽപതരുഭ്യ ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ആരാധ്യോ ഭഗവാൻ മൃജേശ തനയ
തദ്ധാമ വൃന്ദാവന രമ്യ കച്ചിദുപാസന വൃജവധൂ വർജിനയാ കൽപിതം ശ്രീമദ്ഭാഗവതം പ്രമാണമമാലം പ്രേമ പുമർത്തോ മഹാ ശ്രീചൈതന്യ മഹാപ്രഭുർമദമിധം തത്രധരോ പരാ കരാരവിന്ധ്യേന പാദാരവിന്ദം വടസ്യ പത്രസ്യ ഉടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ കൃഷ്ണ. അപ്പോൾ ആദ്യമായിട്ടല്ല, നമ്മൾ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തു. വീണ്ടും എല്ലാവരുടെയും വൈഷ്ണവരുടെയും വൈഷ്ണവിമാരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഗ്രന്ഥ അവതാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് അല്പമെങ്കിലും ചർച്ച ചെയ്യാൻ അവസരം തന്ന കരമനയിലെ ജഗന്നാഥ് ബലദേവ് മഹാറാണിയുടെ ഭക്തന്മാരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടെ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നത് ശ്രീല പ്രഭുപാദന്റെ വാക്കുകൾ, എൻ്റെതായിട്ടുള്ള ഒരു വാക്കുകളും ഇല്ല. എല്ലാം ശ്രീല പ്രഭുപാദന്റെയും അതുപോലെ തന്നെ മറ്റ് വൈഷ്ണവരുടെയും ക്ലാസ്സുകളിൽ നിന്നിട്ട് കേട്ടിട്ടുള്ള വാക്കുകളാണ്. കാര്യം അവര് അക്ഷരപ്പൂക്കൾ പോലെ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ആ അക്ഷരപ്പൂക്കൾ നമ്മൾ കോർക്കുന്നത് ഏതുപോലെ, ആ കോർക്കുന്ന ജോലി മാത്രമാണ് എനിക്കുള്ളത്. ചില ആൾക്കാർ മാല കെട്ടുമ്പോൾ നല്ല മനോഹരമായിരിക്കും, ചില ആൾക്കാർ മാല കെട്ടുമ്പോൾ അത്ര മനോഹരിതയൊന്നും ഉണ്ടായിരിക്കില്ല. അത് പൂവിന്റെ പ്രശ്നമല്ല, മനോഹരമായ പൂക്കളാണ്. പക്ഷെ അത് കോർക്കുന്ന ആളിന്റെ വൈദഗ്ധ്യം കണക്കിരിക്കും. അത്രത്തോളം വൈദഗ്ധ്യമൊന്നും ഇല്ലെങ്കിലും ശ്രീല പ്രഭുപാദും മറ്റു വൈഷ്ണവർ വരിഷ്ഠ ഭക്തമായിട്ടുള്ള വൈഷ്ണവരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനും മാല പോലെ കോർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ശ്രീല പ്രഭുപാദന്റെയും വൈഷ്ണവരുടെയും കാരുണ്യം. മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ തന്നെ പ്രശ്നമാകുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ പറയുന്നു, പരീക്ഷത് മഹാരാജാവ് ഭഗവാന്റെ ഒന്നാം തരം ഉത്തുംഗ ഭക്തനാണ്. എല്ലാവർക്കും അറിയാം, പരീക്ഷത് മഹാരാജാവ് മുഖേനയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഒരു വരിഷ്ഠ ഭക്തനാണ്, ശ്രേഷ്ഠ ഭക്തനാണ് പരീക്ഷത് മഹാരാജ്, അല്ലെ? കാര്യം അദ്ദേഹത്തിന് ഉത്തരയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അശ്വത്ഥാമാവ് അയക്കുന്ന ആ അസ്ത്രത്തിൽ നിന്നിട്ട് ഭഗവാൻ രക്ഷപ്പെടുത്തിയ ആളാണ്. അപ്പോൾ ഭഗവാൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരിക്കും പരീക്ഷത് മഹാരാജാവ്. പരീക്ഷത് മഹാരാജാവ് എത്രമാത്രം ഭക്തനായിരിക്കും, അല്ലെ? അതുകൊണ്ടല്ലേ ആ ജീവാത്മാവിനെ ഭഗവാൻ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹം എത്രമാത്രം ഉത്കൃഷ്ട ഭക്തനായത് കൊണ്ട് മാത്രമാണ് പാണ്ഡവരുടെ ഭക്തിയെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. കാര്യം എപ്പോഴും ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഭക്തി എത്രമാത്രം ഉയർന്നതാണ്. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് പറയും, പ്രഹ്ലാദ് മഹാരാജാവ് എത്രമാത്രം വലിയ ഭക്തനാണ് എന്ന് നാരദ മഹർഷിയോട് പറയും. അപ്പോൾ നാരദ മഹർഷി പറയും, നിങ്ങൾ അതിനെക്കാട്ടി എത്രയോ ഉത്കൃഷ്ട ഭക്തരാണ്. കാര്യം ഭഗവാൻ എപ്പോഴും നിങ്ങളെ കൂടെ കിടക്കാനും നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ആഹാരം കഴിക്കാനും നിങ്ങൾക്ക് എപ്പോഴും വഴി കാണിച്ചു തരാൻ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രമാത്രം നിങ്ങളുടെ ഭക്തി എത്രമാത്രം ഉയർന്നാണ് നാരദ മഹർഷി പറയും. അപ്പോൾ അതുപോലെ തന്നെ അത്രയുള്ള ഒരു ഉത്കൃഷ്ട കുടുംബത്തിൽ ഒരു ജീവാത്മാവ് ജനിക്കണമെങ്കിൽ ആ ജീവാത്മാവ് അത്ര അധികം ഭക്തിയുള്ള ആളായിരിക്കണം. പരീക്ഷത് മഹാരാജാവും അതുപോലെ തന്നെ ശ്രേഷ്ഠ ഭക്തനായിരുന്നു.
അതുകൊണ്ടാണ് ഉത്തര അശുദ്ധമായി വയ്ക്കുന്ന ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ആ തീവ്രത തനിക്ക് അനുഭവപ്പെട്ടപ്പോൾ തന്നെ, കാര്യം ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത ആരെയാണോ ലക്ഷ്യമാക്കുന്നത് അവരെ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ആ തീവ്രത തന്നിൽ വരുന്നു എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ തനിക്ക് അത് അഫക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചു. കാര്യം അവർക്ക് ശരണം പ്രാപിക്കാൻ വേറെ ആരുമില്ല. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ ജ്ഞാന്യത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. അല്ലയോ ഭഗവാനെ, രക്ഷിക്കണേ. ഈ ലോകത്തിലെ എല്ലാവരും പരസ്പരം മൃത്യുഭയരാണ്. ആരും മൃത്യുവിൽ നിന്ന് മോചിതരല്ല. അങ്ങനെ മൃത്യുവിൽ നിന്ന് മോചിതരല്ലാത്ത ഒരാളെ ശരണം പ്രാപിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അപ്പോൾ അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അങ്ങയെ മാത്രമല്ല എനിക്ക് ശരണം പ്രാപിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ. അങ്ങ് ദേവന്മാരുടെ എല്ലാം ദേവനാണ്, ജഗത്തിന്റെ എല്ലാം നാഥനാണ്. അങ്ങയ്ക്ക് മാത്രമേ ഈ മൃത്യുവിന്റെ കരാള ഗ്രസ്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നെ രക്ഷിക്കേണ്ട ഭഗവാനെ, എന്റെ ഉദരത്തിൽ വളരുന്ന ആ ശിശുവിനെ അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ഭക്തനാണ് പരീക്ഷത്ത് മഹാരാജ്. അദ്ദേഹത്തിന്റെ ജനനം തന്നെ വളരെയധികം അത്ഭുതകരമാണ്. പ്രഭുപാദ് ഇവിടെ പറയുന്നു, ജനനം വളരെ അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം വളരെ അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ധർമ്മനിരതനായിരുന്നു. രാജ്യത്തിൽ ധർമ്മത്തിനെ നിലനിർത്തി ജനങ്ങളെ ആധ്യാത്മികമായ പുരോഗതി കൈവരിച്ച് അവരെ ഭഗവാന്റെ ധാമത്തിലേക്ക് വിടുന്നതിലേക്ക് വേണ്ടിയിട്ട് ആയിരുന്നു അദ്ദേഹം സഹായിച്ചിരുന്നത്. അതായത് ഭൗതികവും ഒരു രാജാവിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം പ്രജകളെ തന്റെ പുത്രന്മാരെ പോലെ സേവിക്കുകയും അവരെ ഭൗതികവും ആധ്യാത്മികപരമായിട്ട് പരിപുഷ്ടരാക്കുക എന്നതാണ് ഒരു രാജാവിന്റെ കർത്തവ്യം. നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ധർമ്മത്തിനെ ഇല്ലാതാക്കുക. അതായത് അന്ന് പറയുന്നുണ്ട്, പരീക്ഷത്ത് മഹാരാജാവിന്റെ ഗോവധം ചെയ്യുന്ന കലിയെ, ഗോവധം ചെയ്യാൻ പോകുന്ന ആ കലിയെ തന്നെ അദ്ദേഹം പ്രഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ലോകം മുഴുവനും ഗോഹത്യ. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഇതാണ് പശു. എല്ലായിടത്തും എന്താണ്, പശുക്കളെ എന്താണ് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പരിണിതമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ട് വരും. എവിടെയാണ് ഈ ലോകത്തില് എവിടെയാണ് സമാധാനം എന്നുള്ളത്? എവിടെ നോക്കിക്കഴിഞ്ഞാലും അസമാധാനമാണ്. ആർക്കും സമാധാനമില്ല. കാര്യം മെയിൻ കാരണം എന്താണ്? ഈ സൂക്ഷ്മപരമായിട്ടുള്ള പശുവിനെ കൊല്ലുന്നതാണ്. അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അത് കാരണം ഇനി അങ്ങോട്ട് പോകും തോറും മുഴുവനും ഈ ലോകം അശാന്തിയുടെ ലോകമായി മാറി. ഇപ്പോഴേ അശാന്തിയാണ്. ഇനി അങ്ങോട്ട് പോകും തോറും എന്താണ്, അശാന്തിത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കുറയില്ല. എന്താണ്, അശാന്തിത കുറയില്ല. അപ്പോൾ അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. നമുക്കൊക്കെ ഭാഗ്യം കൊണ്ട്, ചില പ്രഭുപാദന്റെ കാരണം കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഇസ്കോൺ എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക, ഏറ്റവും ശ്രേഷ്ഠപരമായിട്ടുള്ള ആധ്യാത്മിക പ്രസ്ഥാനമായിട്ട് നമുക്ക് ബന്ധപ്പെടാനും അതുവഴി നമ്മുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കാനും കഴിയും. പരീക്ഷത്ത് മഹാരാജാവിന് മരണം സന്നിഹിതമായി എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പൂർണ്ണ വൈരാഗ്യനായി, അല്ലേ? അതായത് ശൃംഗിയുടെ ആ ഒരു ശാപം കേട്ടിട്ട് ഉടനെ തന്നെ അദ്ദേഹം മനസ്സിലായി, തക്ഷകനാൽ മരിക്കപ്പെടും, തനിക്ക് ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹം വളരെയധികം എന്താണ്, ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ കൊട്ടാരം, മനോഹരമായിട്ടുള്ള കൊട്ടാരം, അധികാരം, സമ്പത്ത്, ഐശ്വര്യം എല്ലാമാണ്, സന്താനം, സുന്ദരിയായ ഭാര്യ എല്ലാം ഉണ്ടായിട്ട് അതിനെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നിസാരം അദ്ദേഹം എന്ത് ചെയ്തു? അതിനെല്ലാം ത്യജിച്ച് അദ്ദേഹം പൂർണ്ണമായിട്ടും തന്റെ ആ സമയത്തിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ശുകദേവ ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, മരണം ആസന്നമായിരിക്കുന്ന വ്യക്തി എന്താണ് ശ്രവിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ശുകദേവ ഗോസ്വാമിയോട് ചോദിക്കുകയും ശുകദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിന് ഉപദേശിക്കുകയും ചെയ്തു. ആ ശ്രീമദ് ഭാഗവതം അദ്ദേഹം വളരെ അമൃതിന് തുല്യമായിട്ടാണ് അദ്ദേഹം കേട്ടത്.
കാര്യം അമൃത് നുകരുന്ന ഒരാൾക്ക് മറ്റു ചിന്തകളില്ല. ആ അമൃതിന്റെ രുചിയിൽ വളരെയധികം വളരെയധികം എന്താണ് ആ രുചി രുചിച്ച് അതിലങ്ങനെ ലയനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീമദ് ഭാഗവതം ശ്രമിച്ചിട്ട്. അത് 7 ദിവസം ജലപാനം പോലും ചെയ്തില്ല. അദ്ദേഹം നിദ്ര ഉറങ്ങിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സുകൾ കേൾക്കുമ്പോഴത്തേക്ക് മിക്കവാറും രാവിലെ ആയിരിക്കും ക്ലാസ്സുകൾ. എല്ലാവരും മംഗളാരതിക്കൊക്കെ വന്നിട്ട് ബാക്കി സമയമായിരിക്കും ഇരുന്ന് ഭാഗവതം കേൾക്കുന്നത്. പല ആൾക്കാരും ഇരുന്ന് ഉറങ്ങും. പല ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഉറങ്ങി പോകാറുണ്ട്. കാര്യം നമുക്ക് ആ ഒരു രസം, ശ്രീമദ് ഭാഗവതത്തിന്റെ രസം നമുക്ക് അത്രയധികം ലഭിച്ചിട്ടില്ല. കാര്യം പ്രാധാന്യത്തിനനുസരിച്ചിരിക്കും. ആ പ്രാധാന്യം നമുക്ക് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് ഉത്സാഹം ഉണ്ടാകും. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഭക്തിയുടെ പുരോഗമനം. ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജാവ് 7 ദിവസം ഒരു ജലപാനം പോലും ഇല്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു, നിദ്രയും പോലും വെടിഞ്ഞ് അദ്ദേഹം അത് വളരെയധികം അമൃത ആസ്വാദനം ചെയ്തു. അത് വന്നിട്ടുള്ള ആട്ടിൽ നിന്നിട്ടാണ് ശുകദേവ ഗോസ്വാമി. ശുകദേവ ഗോസ്വാമി ആരാണ്? രാധാറാണിയുടെ തത്ത. ആ ശുകദേവ ഗോസ്വാമിയും അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം അദ്ദേഹം വളരെയധികം ആനന്ദിച്ച് അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തു. കാര്യം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ശ്രീമദ് രാധാറാണിയാണ്. ഭഗവത്ഗീത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാധാറാണിയാണ്. ശ്രീമദ് ഭാഗവതവും രാധാറാണിയാണ്. പക്ഷെ ഒന്നിലും രാധാറാണിയുടെ പേരിനെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല. കാര്യം രാധാറാണി ആരാണ്? രാധാറാണി ഭക്തിയുടെ ദേവതയാണ്. ഭക്തി, ഈ സർവപ്രപഞ്ചങ്ങളുടെ എല്ലാവരുടെയും ഭക്തി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് ശ്രീമതി രാധാറാണി. ഇപ്പൊ രാധാറാണിയെ കുറിച്ച് ഭക്തി എവിടെ പറയുന്നു അതെല്ലാം രാധാറാണിയെ കുറിച്ച് പറയുന്നതിന് തുല്യം തന്നെയാണ്. കാര്യം ശ്രീമദ് രാധാറാണിയുടെ മഹത്വം വളരെയധികം വേദങ്ങളിൽ പോലും ഗോപ്യമായിട്ടാണ് ഇരിക്കുന്നത്. വളരെ രഹസ്യമായിട്ടാണ്. വേദഗോപ്യ എന്നാണ് പറയുന്നത്. ഗോപ്യം വളരെ രഹസ്യമാണ്. വേദങ്ങൾ പോലും രഹസ്യമായിട്ടാണ് രാധാറാണി തത്വം, രാധാ തത്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇവൻ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉണ്ട്, രാധാറാണിയെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, ഞാൻ നിങ്ങളുടെ ജ്ഞാനത്തിനെ ടെസ്റ്റ് ചെയ്യണതല്ല, മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. രാധാറാണിയെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ചോദിക്കുന്നില്ല. അതായത് അഥവാ അറിഞ്ഞുകൂടെങ്കിൽ, അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറയാം. ഭഗവത്ഗീതയുടെ, അതായത് നമ്മൾ രഹസ്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന എവിടെയായിരിക്കും? ഇപ്പം ഒരു പ്രൈം മിനിസ്റ്റർ എവിടെയെങ്കിലും ഒരു രാജ്യത്തിൽ വിസിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ വരും, പ്രൈം മിനിസ്റ്റർ എവിടെയായിരിക്കും സഞ്ചരിക്കുന്നത്? അദ്ദേഹം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലും വേറെ സെക്യൂരിറ്റി കാണും, പിറകിലും സെക്യൂരിറ്റി കാണും, വശത്തും സെക്യൂരിറ്റി കാണും, അല്ലെ, ഇരുവശങ്ങളിലും സെക്യൂരിറ്റി കാണും. അതുപോലെ തന്നെ ഭഗവത്ഗീതയില് രാധാറാണിയെ ഏറ്റവും രഹസ്യമായ സ്ഥലത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാധാറാണിയെ കുറിച്ച് വർണ്ണിക്കുന്ന രഹസ്യമായ സ്ഥലത്താണ് ശ്രീമദ് ഭഗവത്ഗീത. അതായത് എവിടെയായിരിക്കും? ഏറ്റവും സെന്റർ ഭാഗത്ത്. 700 ശ്ലോകമുണ്ടെങ്കിൽ ഏറ്റവും നടുക്കായിരിക്കും. നടുക്ക് പറയുന്ന അധ്യായം ഏതാണ്? 9ാമത്തെ അധ്യായം, രാജവിദ്യ രാജഗുഹ്യയോഗം. അതില് 13ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, 13ആണെന്ന് തോന്നുന്നു, 9-13ആണെന്ന് തോന്നുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത ഭജന്ത്യാനന്യ മനസാ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത. അതായത് ദൈവിക പ്രകൃതി. അവിടെ രാധാറാണിയെ പരോക്ഷമായിട്ട് പറയുന്ന പേരാണ് ദൈവിക പ്രകൃതി. ദൈവിക പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാറാണി അന്തരംഗ ശക്തിയാണ്. അത് രാധാറാണി. ആ രാധാറാണിയുടെ ആ സുരക്ഷയിൽ, അല്ലെങ്കിൽ ആ ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്ന മഹാത്മാക്കള് ഭഗവാന്റെ സകല വിധത്തിനെ കുറിച്ചും അറിയാം. ജ്ഞാത്വാ ഭൂതാദിമവ്യം, എല്ലാത്തിനെയും കുറിച്ച് അവർക്ക് ജ്ഞാനവാനാണ്. അപ്പൊ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗവത്തിലും പറയുന്നുണ്ട്, ആരാധിതോ നൂനം, ദശമസ്കന്ധത്തിൽ. അതായത് രാസലീലകളെല്ലാം നടത്തിയതിനു ശേഷം ആ ഗോപികമാര് ഭഗവാനെ
പെട്ടെന്ന് തന്നെ ഭഗവാൻ ഈ ഗോപികമാരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ അവര് നോക്കുമ്പോൾ ഒരു കാൽപാദം, ആദ്യം 2 കാൽപാദം കണ്ടു, പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോൾ ഒരു പാദം മാത്രം കാണപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഏതോ ഒരു സഖി, നമ്മുടെ ഒരു ഗോപി ഭഗവാൻ വളരെ പ്രിയപ്പെട്ടതാണ്. ആ പ്രിയപ്പെട്ട സഖി അല്ലെങ്കിൽ ഗോപിക്ക് ഭഗവാൻ കൈകൊണ്ട് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പരാമർശം അവിടെയും രാധാറാണി എന്നുള്ള വാക്കേ ഉച്ചരിച്ചിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ് ശുകദേവ ഗോസ്വാമി രാധാറാണിയെ കുറിച്ച് പറയാത്തത്? കാര്യം രാധാറാണിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശുകദേവ ഗോസ്വാമിയുടെ ബോധം പോകും. അതായത് ആധ്യാത്മികമായ ആനന്ദത്തിന്റെ ലഹരിയിൽ ഉന്മത്തനായി തീർന്നു കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ആ ഉന്മത്തതയിൽ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ആകും. സംസാരിക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ തന്റെ മുമ്പിലിരിക്കുന്ന തന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള പരീക്ഷത് മഹാരാജാവിന് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും ഭാഗവതം? അതുകൊണ്ട് അദ്ദേഹം വളരെയധികം നിയന്ത്രിതമായിട്ട് തന്നെ രാധാറാണിയുടെ വാക്ക് ഉച്ചരിക്കാതെ അല്ലാത്ത രീതിയിൽ പറഞ്ഞു. എങ്കിൽ പോലും ചില സമയത്തൊക്കെ ഭാഗവതം ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് ആ അതീന്ദ്രിയമായ ആനന്ദത്തിൽ ശുകദേവ ഗോസ്വാമി പോകും. അപ്പോൾ പരീക്ഷത് മഹാരാജാവ് ഭഗവാന്റെ നാമം പറഞ്ഞിട്ടാണ് വീണ്ടും ആ ശുകദേവ ഗോസ്വാമി അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴങ്ങനെയാണ് രാധാറാണിയുടെ മഹത്വം തന്നെ പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം രാധാറാണിയുടെ ആവിർഭാവ ദിനമായിരുന്നു. ചില പ്രഭുപാദന്റെ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് നമുക്കൊക്കെ രാധാറാണിന്റെ മഹത്വം അത്രയധികം അല്ലെങ്കിലും കുറച്ചെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ രാധാറാണിയുടെ ആവിർഭാവ ദിനം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ജന്മാഷ്ടമി എല്ലാവർക്കും അറിയാം, പക്ഷെ രാധാറാണിയുടെ ആവിർഭാവത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. കാര്യം രാധാറാണിയുടെ മഹത്വങ്ങൾ എപ്പോഴും ഗോപ്യമാണ്, രഹസ്യമായിട്ടാണ്. മാത്രമല്ല അങ്ങനെ രഹസ്യമായിരിക്കുന്ന രാധാറാണിയെ കുറിച്ച് രാധാറാണിയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഭഗവാനെ കിട്ടുകയുള്ളൂ. അതാണ് അതീവ രഹസ്യം. നമുക്ക് നേരിട്ട് കൃഷ്ണനെ കിട്ടില്ല. രാധാറാണിയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന് കിട്ടുകയുള്ളൂ, ഭഗവാനെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. കാര്യം രാധാറാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുടെ ഏറ്റവും അധികം ശ്രേഷ്ഠ രൂപമാണ്, ഉത്കൃഷ്ട രൂപമാണ്, അല്ലേ? ശരിക്കും രാധാദേവിയും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. പറയുന്നുണ്ട് രാധാകൃഷ്ണ ആത്മഭൂയി ദേഹധരി. രാധാകൃഷ്ണ ഏക ആത്മ ഭൂയി ദേഹധരി. രാധാകൃഷ്ണ ഭഗവാനും രാധയും കൃഷ്ണന് ഏക ആത്മാ, ഒരേ ശരീരം തന്നെ. ഭൂയി ദേഹധരി. പക്ഷെ അവര് ദ്വി ദേഹധരി. അവര് 2 ദേഹം ധരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അന്യോന്യ വിലാസരസ ആസ്വാദനകരി. അന്യോന്യ വിലാസ, പരസ്പരപരമായിട്ടുള്ള അന്യോന്യ വിലാസ ആസ്വാദനം, അവർ തമ്മിലുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ ആനന്ദം അനുഭവിക്കുന്നതിലേക്ക് വേണ്ടി ഭഗവാൻ തന്നെയാണ് രാധാറാണിയായിട്ട് മാറിയിരിക്കുന്നത്. ഭഗവാൻ ആനന്ദിക്കണം. എങ്ങനെയാണ് രാധാറാണിയുടെ ഉത്ഭവം? അതായത് വൃന്ദാരണ്യ ശ്രീമദ് കൽപതരു മാധ അവിടെ, അതായത് വൃന്ദാവനത്തില് രാസമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കൽ ഭഗവാൻ രത്നസിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ആ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാന് ആനന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഭഗവാന് ആനന്ദിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ ഭഗവാന്റെ ഇടത് വശത്തിൽ നിന്നിട്ട് ഒരു ശക്തി, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള സൂര്യ തേജസ്സോടുകൂടി, അനേകം സൂര്യന്മാർ ഉദിച്ചാൽ ഉണ്ടാകുന്ന ആ തേജസ്സോടുകൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ടും അനേകം കോടി ചന്ദ്രന്റെ ചന്ദ്രപ്രകാശത്താൽ തിളങ്ങുന്ന മുഖപ്രഭയോടുകൂടിയും സർവ അലങ്കൃതമായിട്ടുള്ള രത്നഭൂഷണിതമായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടും മനോഹരമായിട്ടുള്ള അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീരൂപം ഭഗവാന്റെ ഇടതുവശത്ത് നിന്ന് പ്രത്യക്ഷമാണ്. അപ്പോൾ ആ ആനന്ദശക്തി പ്രത്യക്ഷമായപ്പോൾ തന്നെ, അല്ലെ രാധാറാണി പ്രത്യക്ഷമായപ്പോൾ തന്നെ ഭഗവാൻ രാധാറാണിയെ നോക്കി ചിരിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഭഗവാനെ ആനന്ദിപ്പിക്കണം എന്നുള്ള കാര്യം, ഭഗവാനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള ശക്തിയാണ് രാധാറാണി. ഇപ്പോൾ ഭഗവാനെ ആനന്ദിപ്പിക്കുന്നത് ഭക്തിയാണ്, ഭക്തിയിൽ കൂടെയാണ്. കാര്യം നമ്മുടെ ജീവാത്മാക്കളെ നമുക്കും
ആനന്ദം ശരിക്കും കിട്ടണമെങ്കിൽ ഭക്തി വേണം, ഉണ്ടായിരിക്കണം. ഭക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദമയ വിഗ്രഹ എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ സ്വരൂപ അവസ്ഥയാണ്. അത് ലഭ്യമാകണമെങ്കിൽ ഭക്തി വരണം. അപ്പോൾ ഇവിടെ നമ്മളും ഭഗവാന്റെ അംശങ്ങളായിരുന്നു. ഇപ്പൊ ഭഗവാനെ ആനന്ദിക്കണമെന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ രാധാറാണി പ്രത്യക്ഷമായി. രാധാറാണി ഉടനെ തന്നെ എന്ത് ചെയ്തു? ഭഗവാനെ സേവിക്കും. അവിടെ നിറച്ചും മാലതിപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ഭഗവാൻ ഇരുന്നതിന്റെ വശത്തായിട്ട് ഒരു അതിമനോഹരമായിട്ടൊരു പർവ്വതം ഉണ്ടായിരുന്നു. അത് ശതശൃംഗ എന്നാണ് പറയുന്നത്. ശതശൃംഗ. ആ ശതശൃംഗയുടെ ഒരു പ്രതിരൂപമാണ് ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ ഭൗമ വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതം ഈ രാസമണ്ഡലത്തിൽ ഒരു വശത്തുള്ള ശതശൃംഗ എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ പ്രതിരൂപമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന ആ രാധാറാണി ഉടനെ തന്നെ ഓടിച്ചെന്നിട്ട് ഭഗവാന്റെ ഒരു പൂ പറിച്ചു കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. അങ്ങനെയാണ് രാധാറാണിക്ക് ആ പേര് വരാൻ കാര്യം. അതായത് രാസമണ്ഡലത്തിൽ നിന്ന് ഓടി. ധ എന്ന് വെച്ചാൽ ഓടുക, രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസമണ്ഡലം. രാസമണ്ഡലത്തിൽ നിന്ന് രാധാറാണി ഓടി ഓടുക എന്ന് പറഞ്ഞ ധ. ആ ഓടിച്ചെന്നിട്ട് എന്ത് ഭഗവാന്റെ പാദങ്ങളിൽ പൂക്കൾ അർപ്പിച്ചു. അങ്ങനെ ഭഗവാൻ രാധാറാണി ആസ്വദിച്ചു. കാര്യം ഭഗവാന് 3 ശക്തികളുണ്ട്. ബഹിരംഗ ശക്തിയുണ്ട്, തടസ്ഥ ശക്തിയുണ്ട്, അന്തരംഗ ശക്തിയുണ്ട്. ഇതില് ബഹിരംഗ ശക്തിയാണ് ഈ ഭൗതിക പ്രപഞ്ചങ്ങളുടെ എല്ലാം സൃഷ്ടിക്കും ഉന്മൂലനത്തിനും കാരണം. ഈ ബഹിരംഗ ശക്തിയാണ്. തടസ്സ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവാത്മാവിനെ പൊതിഞ്ഞ് ബഹിരംഗ ശക്തിയുണ്ട്. നമ്മുടെ ശരീരം ബഹിരംഗ ശക്തി, ആത്മാവ് അതിന്റെ ഉള്ളിലിരിക്കുന്നു. എപ്പോഴാണോ നമുക്ക് ഈ ജീവാത്മാവിനെ ആസ്വദിക്കണം, സ്വന്തമായിട്ട് ആസ്വദിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ ഈ ബഹിരംഗ ശക്തി നമ്മൾ ആവരണം ചെയ്തു. എപ്പോഴാണ് ജീവാത്മാവിന് സ്വന്തമായിട്ടുള്ള ആസ്വാദനം ഇല്ലാതെ ഭഗവാനെ ആസ്വദിക്കണമെന്ന് പറയുമ്പോൾ തന്റെ ആത്മസ്വരൂപം പ്രകടമാകും. ആ സമയത്ത് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ട് ബഹിരംഗ ശക്തിയിൽ നിന്ന് ജീവാത്മാവ് പുറത്തു വന്നിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക്. പിന്നെ ഉണ്ടായതാണ് അന്തരംഗ ശക്തി. ഈ അന്തരംഗ ശക്തി തന്നെ 3ആയിട്ടുണ്ട്. സന്ധിനി ശക്തി, സംവിത്ത്, ഹ്ലാദിനി ശക്തി. ഇതില് സന്ധിനി ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കിടക്ക, ഭഗവാന്റെ പാദുകം, ഭഗവാന്റെ കൊട, ഭഗവാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ശക്തി സന്ധിനി ശക്തിയാണ്. അത് ബലരാമന്റെ തന്നെ വിസ്തരണ ശക്തികളാണ് സന്ധിനി ശക്തി. ഭഗവാന്റെ അച്ഛൻ, അമ്മ, ഇതെല്ലാം സന്ധിനി ശക്തിയിൽ പെടുന്നതാണ്. സംവിത്ത് ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനം. കാര്യം നമുക്ക് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനമില്ല. അത് സംവിത്ത് ശക്തിയിൽ വരുമ്പോൾ മാത്രമാണ് ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്നുള്ള അറിയിക്കുന്നതാണ് സംവിത്ത് ശക്തി. ഹ്ലാദിനി ശക്തിയാണ് ഭഗവാന്റെ ആനന്ദ ശക്തി എന്ന് പറയുന്നത്. അത് ആ ഹ്ലാദിനി ശക്തി തന്നെ 3 ഉണ്ട്. ഭാവ, വികാര, മഹാഭാവ. ഈ അന്തരംഗ ശക്തി തന്നെ മൂന്നായിട്ടുണ്ട്. അതില് സംവിത്ത്, സന്ധിനി, ഹ്ലാദിനി ശക്തി. ഹ്ലാദിനി ശക്തിയുടെ രൂപമാണ് ഭാവ, വികാര, മഹാഭാവ എന്ന്. ഇതിൽ മഹാഭാവത്തിന്റെ സ്വരൂപമാണ് ശ്രീമദ് രാധാ ഠാക്കുറാണി എന്ന് പറയുന്നത്. ആ രാധാ ഠാക്കുറാണിയെ നമ്മൾ എന്ത് ചെയ്യുക? വളരെയധികം ആരാധിക്കുക. രാധാദേവിയുടെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഭഗവാനെ ലഭിക്കുകയില്ല. ഈ വൃന്ദാവനത്തിലും ബർസാനയിലൊക്കെ ആളുകൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളുണ്ട്. ഏതോ ഗോസ്വാമിമാര്, നമ്മുടെ പറയുന്ന ഷഡ്ഗോസ്വാമി അല്ല, മറ്റേതോ ഗോസ്വാമിമാര് എപ്പോഴും അതുപോലെ, അല്ലെങ്കിൽ അവിടുത്തെ വൃന്ദാവനത്തിലെ ബാബാജിമാരൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ഇതുണ്ട്. അതായത്, അല്ലയോ രാധാറാണി, എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കണേ. അല്ലയോ രാധാറാണി ഒരു കപ്പൽ പോലെയാണ്, വഞ്ചി പോലെയാണ്. അതിനാൽ എനിക്ക് ഷെൽട്ടർ തരണം, അഭയം തരണം. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാറാണിയുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുന്ന ഒരു ഭിക്ഷക്കാരനെ പോലെയാണ്, ഏറ്റവും താഴ്ന്ന ഭിക്ഷക്കാരനെ പോലെയാണ്. അതിനാൽ ഈ ഭിക്ഷക്കാരനോട് കാരുണ്യം കാണിക്കും. അല്ലെ, ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അയാൾ എന്താണ്, അത്രയ്ക്കധികം അയാൾക്ക് വേറെ പല സഹായം ഒന്നുമില്ല, നമ്മളുടെ സഹായം ചോദിക്കുകയാണ്. അപ്പോഴും നമ്മൾ വീട്ടിൽ എന്താണ് തുറന്ന് അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുക, എന്തെങ്കിലും ചെയ്യും, ഷെൽട്ടർ കൊടുക്കും ഭിക്ഷക്കാരൻ.
അപ്പോഴാ ഗോസ്വാമിമാർ അല്ലെങ്കിൽ ബാബാജിമാർ വൃന്ദാവനത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ബർസാനയിൽ വന്നിട്ട് അവരിങ്ങനെ രാധാറാണിയോട് പറയും, ഞങ്ങൾ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഭിക്ഷക്കാരനെ പോലെയാണ്, ദയവ് ചെയ്ത് അല്ലയോ ദേവി ഞങ്ങളോട് കാരുണ്യം ചൊരിയും. രാധേ രാധേ ശ്യാമൾ പ്യാരി. ശ്യാമൾ പ്യാരി, ശ്യാമസുന്ദരന് വളരെയധികം പ്രിയപ്പെട്ടവളായിട്ടുള്ള രാധേ. രാധേ രാധേ ശ്യാമൾ പ്യാരി, താരോ ജീവൻ നയ്യ. നയ്യ നൗക എന്നൊക്കെ പറയുന്ന പോലെ എന്നെ രക്ഷപ്പെടുത്തു അല്ലെ രാധാദേവി. താരോ ജീവൻ നയ്യ ധ്വരയായി ദീന് ഭിഖാരി, താരോ ജീവൻ നയ്യ. ധോരയായേ അല്ലയോ രാധാറാണി, ദേവിയുടെ പടിക്കൽ ഞാൻ വന്ന് നിൽക്കുകയാണ്. കാര്യം വൃന്ദാവനത്തിൽ കയറി കഴിഞ്ഞാൽ വൃന്ദാവനം ബർസാനയൊക്കെ രാധാറാണിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്. ധോരയായി ദീന് ഭിഖാരി. ഭിഖാരി എന്ന് വെച്ചാൽ ഭിഷക്കാരൻ. ഒരു ഭിഷക്കാരനെ പോലെ ഞാൻ അല്ലയോ രാധാദേവി കെഞ്ചുകയാണ്, എന്നെ എന്ത് ചെയ്യുക, രക്ഷിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ രാധാദേവി എനിക്കറിയില്ല, എനിക്ക് ശരിയായ ദേവിയെ പ്രാപിക്കേണ്ട രീതി അല്ലെങ്കിൽ ദേവിയുടെ ലോകത്തിലേക്ക് വരേണ്ട വഴി എനിക്കറിയില്ല. ദേവി ചെയ്ത് എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ എല്ലാ ബന്ധനം, ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മുക്തനാണ്. എനിക്ക് ഒരു ഭൗതികത്തിൽ ഒന്നിനോട് എനിക്കിപ്പോൾ ഒരു അറ്റാച്ച്മെന്റും ഇല്ല. ഞാൻ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഞാൻ അതിൽ നിന്നെല്ലാം മുക്തനാണ്. ഇനിയെങ്കിലും എന്നെ ദേവി എന്ത് ചെയ്യുക, എന്നെ സ്വീകരിക്കും ആണ് പറയുന്നത്. രാധേ 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 മുझको സാഞ്ചാ ജീവൻ പാവൂ. സാഞ്ചാ ജീവൻ പാവൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി ഇത് ചെയ്ത് എനിക്ക് ആ വഴി കാണിച്ചു തരൂ, ശരിയായ വഴി കാണിച്ചു തരൂ. സാഞ്ചാ ജീവൻ പാവൂ, झूठे बंधन दौड़ तुम सारे, शरण में मीट पाऊं. अब क्यों चुप हो मेरी बारी, तारो जीवन नया. അല്ലയോ ദേവി, ജൂഠേ ബന്ധൻ ദോട് തും സാരെ, ഞാൻ എല്ലാ ബന്ധനങ്ങളും ഛേദിച്ചിരിക്കുകയാണ്, ദേവി ചെയ്ത് എന്നെ സ്വീകരിക്കും. കാര്യം ഇവിടെ നമുക്ക് ഈ ഭൗതിക ബന്ധം, നമ്മൾ ഭക്തി എന്നൊക്കെ പറയും, പക്ഷെ ശരിക്കും അന്യാഭിലാഷിത ശൂന്യം അല്ലെ, യാതൊരു അഭിലാഷവും ഇല്ലാത്ത ഒരു അവസ്ഥയിലും നമ്മൾ എത്തണം. ജ്ഞാന കർമാദി അനാവൃത. ഇവൻ ജ്ഞാനമുണ്ടെന്നുള്ള ഈ ഭൗതികപരമായിട്ടുള്ള ഒരു ജ്ഞാനം, ആ ജ്ഞാനവും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ബന്ധനസ്ഥനാകും. അഭിലാഷങ്ങളും ജ്ഞാനവും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ബന്ധനസ്ഥനാകും. കാര്യം ഇതിൽ നിന്നെല്ലാം മുക്തനായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമുക്ക് ആ രാധാറാണിയുടെ അല്ല ഭക്തിയുടെ കാരുണ്യം കിട്ടുള്ളൂ. झूठे बंधन दौड़ तुम सारे, चरण में मीठ जाऊ. ഞാൻ ഇപ്പോൾ രാധാറാണിയുടെ പാദങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുകയാണ്, ദേവി ചെയ്ത് എന്നെ രക്ഷിക്കും. എപ്പോഴാണോ നമുക്ക് ഈ ഒരു ചിന്ത, കാര്യം പൂർണ്ണമായിട്ടുള്ള ശരണാഗതി, ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല, രാധാറാണി അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ആ ശരണാഗതിയിലേക്ക് എപ്പോൾ ജീവാത്മാവ് എത്തുന്നു, അപ്പോഴാണ് സ്വാത്മപ്രതിതമായിട്ട് സ്വാത്മസ്വരൂപമായിട്ട് നമ്മുടെ ആ ഭക്തി എന്ത് ചെയ്യുന്നത്, ഉദിക്കാൻ തുടങ്ങും. കാര്യം രാധാറാണിയുടെ കാരുണ്യം നമുക്ക് കിട്ടണം. കാര്യം എന്തുകൊണ്ടാണ് രാധാറാണിയുടെ കാരുണ്യം നമുക്ക് കിട്ടാൻ വേണ്ടി പറയുന്നത്? കാര്യം ഭഗവാൻ ശ്യാമസുന്ദരൻ രാധാറാണിയുടെ പ്രേമത്തിൽ വളരെയധികം അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. രാധാറാണിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും പെട്ടെന്ന്. കാര്യം ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്യാമസുന്ദരൻ എന്താണ്, രാധയോടുള്ള പ്രേമം സാഗരം പോലെ എന്നാണ് പറയുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഭഗവാന് രാധാറാണിയോടുള്ള പ്രേമം സാഗരം പോലെ എന്ന് പറയാൻ കാര്യം, ഈ സാഗരത്തിന്റെ ആഴം നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. അത് എത്ര ഉണ്ടെന്ന് അളക്കാൻ പറ്റും. ഇപ്പൊ മറീന ട്രയാനോ അങ്ങനെ ബെർമുഡ ട്രയാങ്കിളിന്റെ ഒക്കെ ആഴം നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുപോലെ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ പറ്റും. അതുപോലെയാണ് ഭഗവാന് രാധാറാണിയോടുള്ള പ്രേമം നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല.
അത്രയ്ക്ക് പ്രേമമാണ് ശ്യാമസുന്ദരൻ രാധാറാണി. ഒരിക്കൽ ഈ വൃന്ദാവനത്തിൽ ഈ ഭഗവാന്റെ ഗോകുലത്തിലൊക്കെ എന്നും വന്നിട്ട് ഈ അസുരന്മാര് ശല്യം ചെയ്യും. കംസന്റെ അസുരന്മാർ, ആളുകൾ, അനുയായികൾ, പൂതനയും ചകടാസുരനും ഇതുപോലുള്ളവരൊക്കെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് ശല്യം ചെയ്യും. അപ്പോഴത് അവർ വിചാരിച്ചു, നന്ദമഹാരാജ വിചാരിച്ചു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഗോകുലത്തിൽ നമുക്ക് മാറി താമസിക്കാം. അങ്ങനെ ഗോകുലത്തിൽ നിന്ന് നന്ദഗാവിലേക്ക് അവർ പോകും. അതുപോലെ തന്നെ രാധാറാണി റാവൽ നിന്നിട്ട് ബർസാനയിലേക്കും പോകും. അപ്പോൾ ഈ പോകുന്ന സമയം രണ്ടുപേർക്കും വിരഹവേദന ഉണ്ടാകും. ഭഗവാൻ ശ്യാമസുന്ദരനും വിരഹവേദന ഉണ്ടാകും, രാധാറാണിക്കും വിരഹവേദന ഉണ്ടാകും. കാര്യം അവർ ഗോകുലത്തിലായിരിക്കുമ്പോൾ അവർക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ഇനി കാണാൻ വളരെയധികം പ്രയാസമാണ്. രണ്ടുപേർക്കും വളരെയധികം വിരഹവേദന ഉണ്ടാകും. അങ്ങനെ രണ്ടുപേരും പോകും. ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് നന്ദഗാവിലേക്കും രാധാറാണി റാവൽ നിന്ന് ബർസാനയിലേക്കും വന്നു പോകും. ഒരു ദിവസം ശരത്കാല സമയത്ത് ഭഗവാന് രാധാറാണിയെ കാണണമെന്ന് അതിയായ ആഗ്രഹം. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്യും? ഇപ്പൊ രാധാറാണി കാമ്യവനത്തിൽ ഉണ്ടാകും എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. കാര്യം എപ്പോഴും രാധാറാണിയും സഖിമാരും, കാര്യം 5 സഖിമാരുണ്ട് രാധാറാണിക്ക്. സഖികള് നിത്യസഖി, പ്രേമസഖി, പ്രിയസഖി, പരമപ്രേഷ്ഠ സഖികൾ. സഖി എന്ന് പറയുന്ന ഒരു കൂട്ടം പേരുണ്ട്, നിത്യസഖികളുണ്ട്, പ്രേമസഖികളുണ്ട്, പ്രിയസഖികളുണ്ട്, പരമപ്രേഷ്ഠ സഖികളുണ്ട്. ഇപ്പൊ രാധാറാണിയുടെ കൂടെ എപ്പോഴും പരമപ്രേഷ്ഠ സഖികളായിട്ടുള്ള 8 സഖിമാരാണുള്ളത്. നമുക്കറിയാം, ലളിത, വിശാഖ, ഇന്ദുലേഖ, അല്ലെ, ചിത്രലേഖ, ഇങ്ങനെ ഇതുപോലുള്ള ഇവർ കാണും എപ്പോഴും അഷ്ടസം. അപ്പോൾ ഇവര് എപ്പോഴും കാമ്യവനത്തിൽ വന്നിട്ട് അവർ കളിക്കാറുണ്ട്, രാധാറാണി സഖിമാർ. അപ്പൊ അവിടെ ആ ദിവസം അവർ കളിച്ചപ്പോഴും ഭഗവാൻ ആ കാമ്യവനത്തിലേക്ക് പോവുകയാണ്. കാര്യം വിരഹവേദന സഹിക്കാൻ പറ്റില്ല ഭഗവാൻ രാധാറാണിയില്ല. അതിനാൽ കാമ്യവനത്തിലേക്ക് പോയപ്പോൾ രാധാറാണിയും അവിടെ സഖിമാരും കണ്ണുകെട്ടി കളിക്കുകയാണ്. നമ്മൾ പറയുന്നത് ഒളിച്ചു കളി. ഇപ്പൊ രാധാറാണിയുടെ കണ്ണുകൾ വലിയ കണ്ണാണ്, മനോഹരമായിട്ടുള്ള വലിയ കണ്ണാണ്. അതിനെ കൈപ്പൊത്താൻ അങ്ങനെ കൈപ്പൊത്തി മറയ്ക്കാൻ പറ്റില്ല. ഇത് വലിയ തുണി കൊണ്ട് ഇങ്ങനെ മറയ്ക്കുകയാണ്. ഇപ്പൊ രാധാറാണിയുടെ ആ ഊഴമാണ് വന്നത് ഈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ സഖിമാര് ഒളിച്ചിരിക്കുകയാണ്. രാധാറാണിയുടെ കണ്ണ് കെട്ടി രാധാറാണി ഇങ്ങനെ സഖിമാര് ഇങ്ങനെ തപ്പി വരികയാണ്. ആ സമയത്ത് ഭഗവാൻ അവിടെ ആ വഴിയിൽ നിൽക്കും. വഴിയിൽ നിൽക്കുമ്പോൾ രാധാറാണി കണ്ണു കെട്ടിയാണ് വരുന്നത്. അപ്പോഴിങ്ങനെ ഈ ഭഗവാന്റെ പുറത്ത് ഇങ്ങനെ തൊടുന്ന സമയം ഭഗവാൻ ആ രാധാറാണി വരുന്ന ആ വഴിയിൽ തന്നെ നിൽക്കും. രാധാറാണി വന്നിട്ട് ഭഗവാന്റെ ശരീരത്തിൽ ഇങ്ങനെ സ്പർശിക്കും. ആ സ്പർശിക്കുന്ന സമയത്ത് തന്നെ രാധാറാണിക്ക് വളരെയധികം ആനന്ദഭരിതമാകും. അപ്പോൾ തനിക്ക് ഈ സ്പർശം കൊണ്ട് ആനന്ദഭരിതമായതിന് കാരണം ഇത് ആരാണ്, ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉടനെ തന്നെ കണ്ണിലെ കെട്ടഴിച്ച് നോക്കുമ്പോൾ തന്റെ പ്രിയനായിട്ടുള്ള ശ്യാമസുന്ദരൻ. ഉടനെ തന്നെ അവർ വളരെയധികം ആനന്ദഭരിതമാകും. ആ ശ്യാമസുന്ദരനെ കാണുമ്പോൾ തന്നെ രാധാറാണിയുടെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭഗവാനും രാധാറാണിയെ കാണുമ്പോൾ ഭഗവാന്റെ സൗന്ദര്യം വളരെ വർദ്ധിക്കും. അങ്ങനെ ആ സഖിമാർ അവിടേക്ക് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ രാധാറാണിയും ഭഗവാനും അവരുടെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ സഖിമാരുടെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ചു വരും. മാത്രമല്ല അവരുടെ ആനന്ദങ്ങൾ അങ്ങനെ ആനന്ദ ലഹരിയിൽ അവരിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പെട്ടെന്ന് വിശാഖ പറയും, അതെ സമയം വളരെ വൈകി, ഇപ്പൊ സന്ധ്യാസമയം കഴിഞ്ഞു, പെട്ടെന്ന് വരൂ, നമ്മുടെ അമ്മ വിളിക്കുമെന്ന് പറയും. കാര്യം എപ്പോഴും വിശാഖ ദേവി രാധാറാണിയുടെ എപ്പോഴും രാധാറാണിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒരു ഇൻസ്ട്രക്ടർ പോലെയാണ് എപ്പോഴും ഭഗവാനോട് പറയും. പക്ഷെ ലളിതാദേവി അങ്ങനെയല്ല. വിശാഖദേവി കുറച്ച് അധികാരമുള്ളതാണ് കണക്കണം. അപ്പോഴും രാധാറാണിയോട് പറയും, രാധേ അമ്മ ഇപ്പം വീട്ടുകാർ അന്വേഷിക്കും, പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞ് രാധാറാണിയുടെ കൈക്കൽ പിടിക്കും, പോകും. ഇപ്പൊ രാധാറാണിക്ക് ഭഗവാൻ ശ്യാമസുന്ദരനെ വിട്ടുപിരിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴും കൈ കാണിക്കും. ഇപ്പോഴും ശ്യാമസുന്ദര ഭഗവാൻ എന്ത് ചെയ്യും? രാധാറാണിയെ പിരിയാനും പറ്റാതെ ഭഗവാൻ അവിടെ തന്നെ നിൽക്കും കാമ്യവനത്തിൽ. അപ്പോഴേ വിശാഖ പറയും, ശ്യാമസുന്ദര നീ വരരുത്, ഇനി വരരുത്, നീ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞിട്ട് വിശാഖ പറയുകയും ചെയ്യും. പക്ഷെ ഭഗവാൻ അതൊന്നും കേൾക്കില്ല, രാധാറാണി അങ്ങ് പോകും. ഇപ്പൊ രാത്രിയായി, രാധാറാണി ഉറങ്ങില്ല. ഇപ്പോൾ സഖിമാര് വന്നിട്ട് പറയും, എന്താ രാധാറാണി ഉറങ്ങാത്തത്? ഇപ്പോൾ പറയും, ശ്യാമസുന്ദരൻ ഇതുവരെ ഏറ്റവും പോയിട്ടില്ല, ഇപ്പോഴും കാമ്യവനത്തിൽ തന്നെയുണ്ട്, നിങ്ങൾ ചെന്ന് നോക്കൂ എന്ന് പറയും. അങ്ങനെ
ലളിതയും വിശാഖയും ദുലേഖയും ഇവരെല്ലാം ചെമ്പകലത ഇവരെല്ലാവരും എന്ത് ചെയ്യും? ഭഗവാനെ കാണാൻ വേണ്ടി കാമ്യമണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ അവിടെ അബോധാവസ്ഥയിൽ ഈ ഇന്ദ്രനീല കല്ല് പാറയിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെ ഭഗവാൻ പ്രകാശരൂപിതമായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ഭഗവാന്റെ മുഖകമലങ്ങളിലൊക്കെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇന്ദ്രനീല കല്ലിൽ മഞ്ഞുതുള്ളികൾ പറ്റിയിരിക്കുന്നത് പോലെ ഭഗവാന്റെ മനോഹരമായ മുഖകാന്തിയിൽ ഈ മഞ്ഞു കണികളെല്ലാം പറ്റിയിരിക്കുന്നിട്ട് ഭഗവാൻ മന്ത്രിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ കിടക്കുന്നു. രാധേ രാധേ എന്ന് പറഞ്ഞ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഉടനെ തന്നെ ഇവര് കൃഷ്ണനെ വിളിക്കും, ശ്യാം സുന്ദര, ഗോവിന്ദ, ഗോപാല എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് കണ്ട് അവർ ആ സൈക്കിളിൽ ഭയക്കും. ഉടനെ തന്നെ ലളിത വിശാഖ ഓടി രാധാറാണിന്റെ അരികിലേക്ക് പോയിട്ട് പറയും, രാധേ നീ പറഞ്ഞത് വളരെ ശരിയാണ്, ശ്യാമസുന്ദരൻ അവിടെ കിടക്കുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? ശ്യാമസുന്ദരൻ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഇപ്പൊ രാധാറാണി പറയും, നിങ്ങൾ ഓടിച്ചെന്നിട്ട് ശ്യാമസുന്ദരന്റെ ചെവിയിൽ രാധേ രാധേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? ശ്യാമസുന്ദരൻ ഉണരും എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ അവർ ഓടും, തിരിച്ചോടും. ഇപ്പൊ 2-3 സൈക്കിളുകൾ ഭഗവാന്റെ അടുത്തുണ്ട്. ഈ 2 സൈക്കിളാണ് രാധാറാണിന്റെ അരികിൽ വന്നത്. ഇപ്പൊ ഈ സൈക്കിളിന്റെ പിറകെ രാധാറാണിയും ഓടും. ഇപ്പൊ ഇവർ ഓടി വന്നിട്ട് ശ്യാമസുന്ദര ഭഗവാന്റെ അടുത്ത് വന്നിട്ട് കാതിൽ വന്നിട്ട് എന്ത് ചെയ്യും? രാധേ രാധേ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? മെല്ലെ കണ്ണു തുറക്കും. അപ്പോഴത്തേക്കും അവിടെ രാധാറാണിയും ഓടിയെത്തും. അപ്പോൾ വെറും കൃഷ്ണ എന്ന് പറയുന്നതിനെ കാട്ടിയും നമ്മൾ ഹരേ കൃഷ്ണ. എന്തുകൊണ്ടാണ് ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്? രാധാറാണിയുടെ വാക്കാണ് ആദ്യം ഉച്ചരിക്കുന്നത്. ഹരേ കൃഷ്ണയില് ഹരേ എന്ന് പറയുന്നത് രാധാറാണിയെ പ്രതികരിക്കുന്ന ശബ്ദമാണ്. അപ്പോൾ രാധാറാണിയെ പ്രതികരിച്ചിട്ട് അപ്പോൾ രാധ എന്ന് പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ കൃഷ്ണൻ നോക്കും. അതുകൊണ്ടാണ് നമ്മുടെ ആ മഹാമന്ത്രത്തിൽ ഹരേ എന്ന് പറയുന്നത്. രാധാറാണിയെ പ്രതികരിക്കുന്ന ശബ്ദമാണ് ഹരേ, പിന്നെയാണ് കൃഷ്ണ എന്ന്. അപ്പോൾ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ അത് എന്താണ്? രാധാറാണിയും വന്നു, കൃഷ്ണനും വന്നു. കൃഷ്ണൻ ശ്രദ്ധിക്കും. അപ്പോൾ ആരാണ്? രാധയെന്ന് വിളിക്കുമ്പോൾ ഉടനെ ഭഗവാൻ നോക്കും. ഇപ്പൊ ഇവിടെ ഭഗവാൻ അബോധാവസ്ഥയിലായപ്പോൾ രാധ എന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറന്നത് പോലെ നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന അങ്ങനെ ജപിക്കുമ്പോൾ ഭഗവാൻ ഉടനെ തന്നെ നമ്മളെ ശ്രദ്ധിക്കും. അപ്പോഴും നമ്മൾ എന്താ ചെയ്യും? അങ്ങനെ വിളിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സും എല്ലാം മറ്റു വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഭഗവാൻ പിന്നെ നമ്മളെയൊക്കെ എന്താണ് നമുക്കറിയാം. ഭഗവാൻ ശരിക്കും ആ ഒരു രീതിയിൽ വേണം ജപിക്കേണ്ട. ഞാൻ ഹരേ എന്ന് പറയുമ്പോൾ രാധാറാണി എന്റെ നാവിൽ വന്നു, കൃഷ്ണ എന്ന് പറയുമ്പോൾ എന്റെ നാവിൽ വന്നു. ആ ഒരു ഭാവത്തിൽ വേണം. കാര്യം ഞാൻ ഇവിടെ പറയാൻ കാര്യം അത്രയ്ക്കധികം എന്താണ് ആനന്ദത്തിന്റെ, അതായത് രാധാ പ്രേമത്തിൽ ഭഗവാൻ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ രാധാറാണി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആണ് പറയുന്നത്, ശ്യാമൾ സരിധാ प्रेममयी है राधा अमृत धारा, धारा से एक बूंद जो चला के हो जाए निस्तारा, शरण पड़े हो सुधिलो हमारी, तारो जीवन नैया. ശ്യാമൾ സരിത പ്രേമമായി ഹെ. ഭഗവാൻ ശ്യാമ സുന്ദരൻ രാധാറാണിയുടെ പ്രേമം സാഗരം പോലെയാണ്. എന്നാൽ രാധാറാണി ആകട്ടെ ആ സാഗരത്തിലെ എന്താണ്? അമൃതിന് തുല്യമായിട്ടുള്ള അമൃതാണ്. അമൃത് പോലെയാണ് രാധാറാണി. ആ സാഗരത്തിലെ അമൃത് ആണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോഴാ അമൃതിന്റെ ഒരംശം എനിക്കും തരൂ. ഈ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ രാധേ, നീ കൃഷ്ണൻ രാധയോടുള്ള പ്രേമ സാഗരത്തിലാണ്. നീയാണെങ്കിൽ ആ സാഗരത്തിലെ അമൃതാണ് നീ. അതിന് ആ അമൃതിന്റെ ഒരു അല്പമെങ്കിലും ഒരു തുള്ളിയെങ്കിലും എനിക്ക് തരും. അതായത് ആ ഭക്തിയുടെ ഒരു തുള്ളിയെങ്കിലും തരാൻ വേണ്ടിയിട്ട് ഭക്തൻ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന പ്രേമത്തോ മഹാൻ എന്നാണ്. പ്രേമപ്പും അർത്ഥോ മഹാൻ. ഭഗവാൻ പരമദിവ്യോത്ത പുരുഷനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനുള്ള പ്രേമമാണ് നമ്മുടെ ജീവാത്മാവിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. പ്രേമപ്പും അർത്ഥവും മഹാൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അത് പ്രാപിക്കുക. ഇപ്പോൾ ഇവിടെ രാധാറാണി പ്രാർത്ഥിക്കുകയാണ്, ധാരാസെ ഏക് ബിന്ദു ചോദിച്ചാൽ കുറച്ചെങ്കിലും എനിക്ക് ഒരു ബിന്ദുവെങ്കിലും എനിക്ക് എന്ത് ചെയ്യാ തരിക.
അപ്പോൾ ആ രാധാറാണി നമ്മൾ എന്ത് ചെയ്യുക? ശരണം പ്രാപിക്കുക. അതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. കാര്യം രാധാറാണിയാണ് ഭക്തി തരുന്നത്. രാധാറാണിയാണ് എല്ലാത്തിനും ശക്തി. ജഗത്തിന്റെ എല്ലാം ശക്തി രാധാറാണി. കാര്യം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നമ്മൾക്ക് അറിയാം. ഭക്തികൾ പല രീതിയിലുള്ള ഭക്തികളുണ്ട്. ആദ്യം സാമാന്യ ഭക്തി. സാമാന്യ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ഷേത്രത്തിൽ പോവുക, വഴിപാട് കഴിപ്പിക്കുക, ശാസ്ത്രങ്ങളൊന്നും പഠിക്കുന്നതിനോട് താല്പര്യം കാണില്ല. അവർ പറയും, ഞങ്ങൾക്ക് ഭക്തിയൊക്കെ ഉണ്ട്, ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. ഒരു ഭാഗവതം ഭഗവത്ഗീതയൊക്കെ പഠിക്കാൻ വരുമോ? അതിനോടൊന്നും താല്പര്യം അതിന് വേണ്ട, അത്രയ്ക്ക് ഭക്തിയൊന്നും വേണ്ട. ഇങ്ങനെ പറയുന്ന ആളുകളാണ് സാമാന്യ ഭക്തി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഉയർന്നതാണ് വൈദിഭക്തി എന്ന് പറയുന്നത്. അതായത് അവര് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കും, ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിക്കും, പക്ഷെ ഗുരുവിനൊന്നും കിട്ടിയിട്ടില്ല. ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരെന്ത് ചെയ്യും? ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കും. അതാണ് വൈദിഭക്തി എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് സാധന ഭക്തി. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഒരു ഗുരുവിനെ വേണം. ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു ഗുരുവിനെ ആശ്രയിക്കും. അപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവരെന്ത് ചെയ്യും? നിയമ നിബന്ധനകൾ അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവർ ആധ്യാത്മിക കാര്യങ്ങൾ കൊണ്ടുപോകും. ഇതാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. ഈ സാധന ഭക്തി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. കാര്യം നമുക്ക് ഭക്തിയുടെ രുചി കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? രാവിലെ എണീക്കണം, മംഗളാരതിക്ക് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭഗവത്ഗീത ഭാഗവതം ജപിക്കണം, നിയമങ്ങൾ പാലിക്കണം. കാര്യം ഭഗവാൻ രുചി കിട്ടാത്തിടത്തോളം കാലം ആ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു കഠിന പ്രയത്നം തന്നെയാണ്. അങ്ങനെ ആ കഠിന പ്രയത്നത്തിൽ വളരെയധികം ആ കഠിന പ്രയത്നം കാണുമ്പോഴാണ് രാധാറാണി നമുക്ക് എന്ത് ചെയ്യുന്നത്? എന്റെ ഭക്തൻ ശ്രമിക്കുന്നുണ്ട്, ലക്ഷ്യം അവൻ മനസ്സിലാക്കി ശ്രമിക്കുന്നുണ്ട്. ഏകാദശി നമ്മൾ പിടിക്കുമ്പോൾ നിർജ്ജലമൊക്കെ പിടിച്ചിരിക്കുന്നത് എന്താണ്? സന്തോഷത്തോടു കൂടിയാ? ജന്മാഷ്ടമി ദിവസം 12 മണി വരെ നിർജ്ജലം പിടിക്കുന്ന സന്തോഷത്തോടു കൂടിയാ? ഒരിക്കലും അല്ല. വിശന്ന് ചിലപ്പോ ഈ സേവയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, നമ്മുടെ ശരീരം മുഴുവനും താളാർന്ന് എങ്ങനെയെങ്കിലും ഒരു 12 മണി കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം ആയാൽ മതിയായിരുന്നു, വിശപ്പ് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. നമ്മൾ നേരത്തെ പരീക്ഷത് മഹാരാജാവ് കണ്ടു. പരീക്ഷത് മഹാരാജ് 7 ദിവസം വെള്ളം പോലും കുടിച്ചില്ല, ഉറങ്ങി പോലും ഇല്ല. അപ്പോൾ ആ ഭക്തിയുടെ നോക്കണം. ഇപ്പോഴും നമ്മൾ സാധന ഭക്തിയിൽ ഇതാണ് വളരെയധികം കഠിനമാണ്. അപരാധങ്ങൾ ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ ഈ സാധന ഭക്തിയിലും നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് കണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കാണ് കിട്ടുന്നത്. പിന്നെയാണ് കിട്ടുന്നത് സ്വാത്മപ്രകൃതമായിട്ടുള്ള നമ്മുടെ ഭക്തി. അത് രാഗഭക്തി വരും, പ്രേമം. അതായത് സ്വന്തം ആത്മാവിൽ നിന്ന് ഭഗവാനോടുള്ള ഒരു പ്രേമം നമുക്ക് അങ്കുരിക്കാൻ തുടങ്ങും. അതാണ് രാഗഭക്തി. പിന്നെ രാഗാനുക ഭക്തി. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സാധന ഭക്തി നമ്മൾ ചെയ്യുമ്പോൾ രാധാറാണി നമ്മൾ സഹായിക്കും. ഗുരുവിന്റെ കാരണം കൊണ്ട് സാധന ഭക്തി ചെയ്യാൻ പറ്റും. ഭക്തന്മാരുടെ ഗുരു എന്ന് പറയുമ്പം ഗുരുവും ഉൾപ്പെടും, മറ്റ് നമ്മുടെ ഭക്തന്മാരെല്ലാം ഉൾപ്പെടും, നമ്മളെ സഹായിക്കുന്ന എല്ലാവരും. അപ്പൊ അവരുടെ ഇത് കണ്ടിട്ട് ഭഗവാൻ അതാണ് പറഞ്ഞത്, तू है भक्ति, तू है शक्ति, तू है जग माया, तेरा चिंतन बंधन काटे, जिसने भी धो सारा, श्याम प्रिय हम प्रेम पूजारी तारो जीवन नैया. ശ്യാമപ്രിയാഹം അതായത് തേരാ ചിന്തൻ, അല്ലെങ്കിൽ രാധാറാണിയെ കുറിച്ചുള്ള എപ്പോഴും ചിന്തയിലിരിക്കുന്ന ഒരാൾക്ക് ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം എളുപ്പത്തിൽ മുക്തനാകാൻ പറ്റും. അറിയാതെ മുക്തി പ്രാപിക്കുന്നു. എപ്പോഴും രാധാറാണിയെ കുറിച്ച് അല്ലെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഭഗവാൻ സതതം കീർത്ത യന്തോമാം യതന്തച്ഛദൃഢവൃത, എല്ലായ്പ്പോഴും എന്റെ കീർത്തനങ്ങൾ ആലപിച്ചു. എപ്പോഴും രാധാറാണി അല്ലെ ഭഗവാനെ കുറിച്ച് ചിന്തിരിക്കുന്നവർക്ക് അറിയാതെ ബന്ധനങ്ങൾ അങ്ങനെ നമ്മളില് മറ്റു ഇത് നമുക്ക് തോന്നുകയില്ല. മറ്റു ബന്ധനത്തിൽ ഭൗതിക ബന്ധനങ്ങൾ, മറ്റ് ബാഡ് അസോസിയേഷൻ എന്ന് പറയുന്ന അതിലേക്ക് നമുക്ക് മോശമായ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് നമുക്ക് പോകാൻ തോന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കും പ്രേമപ്രിയഹം പ്രേമ പൂജാരി. നമ്മൾ എന്ത് ചെയ്യും? ഭഗവാൻ എപ്പോഴും പ്രേമത്തോടു കൂടി ആരാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ആരാധന നമുക്ക്. ഇപ്പോൾ പരീക്ഷത് മഹാരാജാവൊക്കെ അതുപോലുള്ള ഉത്കൃഷ്ട ഭക്തരാണ്. പരീക്ഷത് മഹാരാജാവ് നേരിട്ട് എന്ത് ചെയ്യുകയാണ്?
രാധാറാണിയുടെ മഹത്വങ്ങൾ ഇങ്ങനെ ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഉറക്കവുമില്ല, അത് നിദ്രയുമില്ല. ആ പരീക്ഷത് മഹാരാജാവിന് ശരിക്കും ആ ഒരു ശാപം കിട്ടിയത് വളരെ അനുഗ്രഹമാണ്. ആ ശാപം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഭാഗവതം കിട്ടിയത്. ഇപ്പോഴും എല്ലാവരും നെഗറ്റീവിനും അതിന് ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശവുമാണ്. കുട്ടികൾ പഠിക്കുമ്പോൾ തോൽക്കും, ക്ലാസ്സുകളിലും സ്കൂളിലൊക്കെ അതാണ് തോക്കുന്നത് അതൊരു നല്ലതാണ്. കാര്യം അവർക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. തോൽവി എന്ന് പറയുന്നത് എന്താണ്? അവരത്രയും കുറച്ച് പഠിച്ചു, ഇനി ബാക്കി കൂടെ പഠിക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, ഇനി ബാക്കി കൂടെ പഠിക്കണം. അപ്പൊ അവർക്കൊരു ഉത്സാഹം കിട്ടും. ഇപ്പോഴും നേരത്തെ പഠിച്ചതും പിന്നെ പഠിക്കുന്നതും കൂടെ കിട്ടുമ്പോൾ അവർക്ക് ചിലപ്പോൾ അടുത്തതിൽ ജയിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആധ്യാത്മിക ലോകം നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയില്ലെന്നിരിക്കും, പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട്, അടുത്ത ജന്മത്തിലും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് പലതരത്തിലുള്ള ജന്മങ്ങൾ ചെയ്യുമ്പോൾ ആ സാധന ഭക്തി എല്ലാം കൂടെ സ്വരൂപിച്ച് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സാധന ഭക്തി എപ്പോഴും നല്ലവണ്ണം നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതിയാലും നമ്മൾ അത് ചെയ്യുക, വിട്ടിട്ട് പോകാതെ ചെയ്യുക. ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഭഗവാന്റെ മഹാത്മ്യങ്ങളെല്ലാം കേൾക്കുക. ഹരേ കൃഷ്ണ. സമയം കുറച്ച് അധികരിച്ചു തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നല്ല ക്ലാസ് പ്രഭു. രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പ്രഭു തന്നെ ആൻസർ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിരുന്നു പ്രഭു ക്ലാസ്. പ്രഭുവിന്റെ കീർത്തനം എന്ത് രസമായിരുന്നു, മനോഹരമായിരുന്നു പ്രഭു പാടിയത്. രാധാ റാണിയെ കുറിച്ചുള്ള കീർത്തനം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക്സ് പ്രഭു. സാധനാ ഭക്തി വളരെ കഠിനമാണെന്ന് പ്രഭു തന്നെ പറഞ്ഞു പ്രഭു. അപ്പൊ അത് എങ്ങനെ പ്രഭു കുറച്ചും കൂടെ നമുക്ക് വളരെ ദൃഢമായിട്ട് സാധനാ ഭക്തി ചെയ്യാൻ പറ്റും പ്രഭു? അതിന് എളുപ്പമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സാധന ഭക്തിയിൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് എപ്പോഴും അസോസിയേഷൻ ചെയ്യുക. അപ്പൊ അത് നമുക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കും. ഈ സാധന ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഭഗവാനിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ നമ്മൾ കുറയ്ക്കുക. കൂടുതലും ഈ സാധനങ്ങൾ ചെയ്യുന്ന ഭക്തന്മാരുമായിട്ട് കൂടുതൽ വസിക്കുക. അത് എപ്പോഴും ഈ സാധന ഭക്തി നമ്മൾ പരിപുഷ്ടമാക്കുന്നത് ഈ സത്സംഗത്തിൽ കൂടെ മാത്രമാണ്. അതിനാൽ എപ്പോഴും ആ സത്സംഗം നമ്മൾ കൂടെ കൊണ്ടുവരും. അതേസമയം നമ്മൾ കുറെ സാധന ചെയ്തു, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ക്ഷേത്രത്തിന് വിട്ടുപോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തോളാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകും. എന്തെങ്കിലുമൊക്കെ നമ്മൾ അവരകത്തില്ല പോയിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ അസോസിയേഷൻ കിട്ടും. അങ്ങനെ വേറെ അസോസിയേഷൻ കിട്ടുമ്പോൾ അവർ സിനിമയെ കുറിച്ച് പറയും, രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയും, മറ്റു പല കാര്യങ്ങളെ കുറിച്ച് പറയും. ഇപ്പോഴും പറയുമ്പോൾ നമ്മുടെ പഴയ വാസനകൾ അങ്ങോട്ട് അങ്കുരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സാധനങ്ങൾ കുറഞ്ഞു പോകും, അങ്ങനെ പോകും. അതിനാൽ എപ്പോഴും ഈ ഭക്തമുള്ള സത്സംഗത്തിൽ ഇരിക്കുമ്പോഴാണ് സാധന ഭക്തി നമുക്ക് പരിപുഷ്ടിപ്പെടുത്താൻ പറ്റും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. രാധാറാണിയുടെ മഹാത്മ്യത്തെ കുറിച്ച് ഇത്രയധികം പറഞ്ഞു തന്നതിന് വളരെ നന്ദി പ്രഭു. അത് മാത്രമല്ല, എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് കിട്ടില്ല. ഭക്തി ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കണ്ണ് നിറഞ്ഞു വരിക. പ്രഭുവിന്റെ പല ശ്ലോകങ്ങളും ക്ലാസ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥ എനിക്ക് കിട്ടി. അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയുള്ള കിട്ടാറുള്ളൂ പ്രഭു. വളരെ നന്ദി. താങ്ക് യു പ്രഭു. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. ഒന്നും എന്റേതില്ല, ചില പ്രഭുപാദന്റെ ഭക്തന്മാരൊക്കെ എങ്കിലും ആരെങ്കിലും പറഞ്ഞു തരണ്ടേ പ്രഭു? എന്നാലല്ലേ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ കിട്ടിയതും അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞതും ഭാഗ്യം പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം പ്രഭു. രുക്മിണി ദേവിദാസിയാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഞാനൊരു വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രാധാറാണിയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഒരു ചെറിയ ഒരു കാര്യം ഞാനൊരു ക്ലാസ്സിൽ കേട്ടതും കൂടി ഒന്ന് ഷെയർ ചെയ്തോട്ടെ പ്രഭു? തീർച്ചയായിട്ടും. ശ്രീമദ് ഭാഗവതത്തില് 2:4-14 രാധാറാണിയെ കുറിച്ച് പറയുന്നുണ്ട്. രാധസ എന്ന് പറയുന്നുണ്ടെന്ന് അമരേന്ദ്ര പ്രഭുവിന്റെ ക്ലാസ്സിൽ കേട്ടായിരുന്നു. ഭഗവാന്റെ ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് രാധസ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് രാധാറാണിയെ കുറിച്ച് എന്നിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. അത്രയും നല്ല, അതായത് കേട്ടാലും എങ്ങനെയും കേൾക്കണില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അത് അങ്ങനെ ആരും പറയില്ലല്ലോ. ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ തന്നെ മനസ്സിലങ്ങനെ ഭയങ്കര സന്തോഷം. കാരണം രാധാറാണിയെ കുറിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങള്, അതും
നമുക്ക് ഇനി അറിയാനുണ്ടെന്ന് അറിയാം, എന്നാലും കേട്ടത് രാവിലെ ഭയങ്കര സന്തോഷമായിരുന്നു. ഹരേ കൃഷ്ണ, പ്രണാമം. താങ്ക് യു. താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. അതായത് ഇന്ന് എനിക്ക് സത്യം ഇന്നാണ് മനസ്സിലായത് 9-ാം അധ്യായത്തിലെ ആ ശ്ലോകം. ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു, അതാണ് സത്യം. പിന്നെ അതുപോലെ അതെ, ഭഗവാന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും അറിഞ്ഞൂടായിരുന്നു. ഭക്തിശാസ്ത്രം പഠിച്ചപ്പോഴാ അറിഞ്ഞത്. അതാണ് ആ ഗൂഢമായ പല ഭാഗങ്ങൾ. അതായത് രാധാറാണിയെ പറ്റി ശിവൻ പാർവതി ദേവി ചോദിക്കും, വൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. ശിവനോട് പാർവതി ദേവി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് രാധാറാണിയെ പറ്റി മാത്രം പറയാത്ത, ബാക്കിയുള്ള എല്ലാം പറയും. അപ്പോ ശിവൻ മഹാദേവർ പറയും, എനിക്കതിന് അനുവാദമില്ല. പിന്നെ അല്പനേരം മൗനമായിട്ട് ഇരുന്നിട്ട് ഭഗവാനിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയും. അത് ഞാനത് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വിദ്യ എന്ന് പറയുന്ന, അവരിഷ്ടപ്പെടുന്ന ആളെ നമ്മൾ സ്നേഹിക്കുക. അതുപോലെയാണ് ഭഗവാന്റെ രാധാറാണിയെ സ്നേഹിക്കുമ്പോൾ ഭഗവാനെ കിട്ടുമെന്ന് പറയും. പക്ഷേ എന്നാലും എല്ലാവർക്കും അതൊരു ഭയം. പ്രഭുപാദർ പോലും പറഞ്ഞിട്ടുണ്ട്, രാധാറാണിയെ പറ്റി പറയത്തെന്തെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട് രാധാറാണിയെ സമീപിക്കാൻ. എങ്കിലും വിളിക്കുന്നുണ്ട്, ചെയ്യുന്നു. ഹരേ കൃഷ്ണ, ഹരിബോൾ. അതുകൊണ്ടാണ് നമുക്കിപ്പോ കലികാലത്ത് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടിയത്. ചൈതന്യ മഹാപ്രഭുവാണ് ഈ രാധാ തത്വത്തിനെ കുറിച്ച് വെളിവാക്കി തന്നിട്ടുള്ളത്. കാര്യം രാധാറാണിയുടെ ഭാവത്തിലാണല്ലോ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നത് രാധാറാണിയെ ആരാധിക്കുന്നതിന് തുല്യം തന്നെയാണ്. രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഭാദിനി ശക്തി രസ്മാദ് എന്നാണ് പറയുന്നത്. രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഭാദിനി ശക്തി, ക്ലാദിനി ശക്തി ആയിട്ടുള്ള രാധാറാണിയുടെ ആ പ്രണയത്തിന്റെ ആ ഭാവത്തിലാണ് ചൈതന്യ മഹാപ്രഭു, കൃഷ്ണൻ തന്നെ വന്നിരിക്കുന്നത്. അപ്പോഴാ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നത് രാധാറാണിയെ വർഷിപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഗൗരവത്തായി ആരാധന. അത് തന്നെ, നമുക്ക് ഡയറക്റ്റ് പോയില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നൊരു സമാധാനം ഉണ്ട്, എന്നാലും പേടിയും ഉണ്ട്. ഹരേ കൃഷ്ണ. അമ്മയല്ലേ, അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ രാധാറാണി സ്നേഹിച്ചാൽ മതി, അപ്പോഴും അപരാധം ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഹരേ കൃഷ്ണ. പ്രഭു, വളരെ നന്നായിരുന്നു ക്ലാസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. പ്രഭു, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. സംശയമല്ല, എനിക്ക് എഴുതാൻ വിട്ടുപോയി. പ്രഭു പറഞ്ഞാണ് ആദ്യം കേൾക്കുന്നത്. ഈ സഖികളുടെ 5 വിധം എന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ നിത്യസഖി, പ്രേമസഖി മാത്രമാണ് എഴുതിയത്. ബാക്കിയുള്ള 3 എനിക്ക് കിട്ടിയില്ല. അതായത് ഒന്നുകൂടെ പറയാൻ മതി. സഖിമാര് നിത്യസഖി, പ്രിയസഖി, പ്രേമസഖി, പിന്നെ ഉള്ളത് പരമപ്രേഷ്ഠ സഖി. പരമപ്രേഷ്ഠ സഖി അവരാണ് മറ്റേ നമ്മുടെ ഈ അഷ്ടസഖി. പരമപ്രേഷ്ഠ സഖിയാണ് അഷ്ടസഖിമാർ. ഓക്കെ, താങ്ക് യു പ്രഭു, വളരെ നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ഞാന് ഇതേപോലെ ഭഗവത്ഗീതയിൽ രാധാറാണിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് മാതാജി അത്രയും ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ ആ മാതാജി പറഞ്ഞ ഏതാ ശ്ലോകം എന്ന് വെച്ചാല് ഭഗവത്ഗീത 2-ാമത്തെ ബ്രാഹ്മി സ്ഥിതി എന്ന് പറഞ്ഞ ഒരു ലാസ്റ്റത്തെ ശ്ലോകം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം എനിക്കത് ക്ലിയർ അല്ലായിരുന്നു. ഇപ്പൊ പ്രഭു അത് ക്ലിയർ ആക്കിയിട്ടാണ്. അതായിരിക്കില്ല ഒരിക്കലും. അപ്പൊ ആ മാതാജിക്കും തെറ്റിയതായിരിക്കും. പക്ഷെ പറഞ്ഞു മാതാജി ഇങ്ങനെ ഭഗവത്ഗീതയിൽ ഉണ്ട് രാധാറാണിയെ കുറിച്ച് പറയണു, പക്ഷെ ഞാനും ക്ലിയർ അല്ല എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. ക്ലിയർ അല്ലല്ലോ, അപ്പൊ പിന്നെ ഞാനും മിണ്ടാണ്ടിരുന്നു. ഇതാണ് പറഞ്ഞത് കാര്യം. നമ്മളെ ഭക്തിശാസ്ത്രം പഠിപ്പിച്ച പ്രഭു പറഞ്ഞു, ഇതാണ് കാര്യം. ഇതിൽ ദേവീ പ്രകൃതിയിൽ സുരക്ഷിതമാകണമെങ്കിൽ ഭഗവാൻ പറഞ്ഞെങ്കിൽ ദേവീ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ അന്തരംഗ ശക്തിയാണ് പറയുന്നത്. മഹാത്മാക്കള് ദൈവിക പ്രകൃതി എന്ന് പറഞ്ഞാൽ രാധാറാണിയെ കുറിച്ച് അവരെപ്പോഴും രാധാറാണിയുടെ ആ ശക്തിയിൽ, അതായത് ഭക്തിയിൽ പൂർണ്ണമായിട്ട്. ഭക്തി എന്നുള്ളത് രാധാറാണിയാണ്. അതിൽ അവർ സുരക്ഷിതരാണെങ്കിൽ അവർക്ക് മാത്രമേ എന്നെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ മറ്റേ ശ്ലോകം ആയിരിക്കില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ചിലപ്പോ ആയിരിക്കും. ഭക്തന്മാരല്ലേ, ഭക്തന്മാര് ചിലപ്പോ അവര് വളരെയധികം അഗാധതയിൽ പഠിക്കപ്പെടുത്തേക്ക് അവർക്കൊക്കെ ഓരോന്നും കിട്ടും. ശരിക്കും ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം, അതും രാധാറാണിയെ കുറിച്ചാണ് പറയുന്നത്. കാര്യം ഭക്തിയോഗം അല്ലേ, ആ അധ്യായം രാധാറാണിയെ കുറിച്ചെന്നാണ് പറയുന്നത്. രാധാറാണിയുടെ മഹിമയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. പിന്നെ ഭഗവത്ഗീത മുഴുവൻ അത് തന്നെയാണ്, പക്ഷെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് രാധാറാണിയെ കുറിച്ചുള്ള അത് പറയും. അതേപോലെ തന്നെ പ്രഭു 3 ഭാവം പറഞ്ഞില്ലേ. ആദ്യം ഭാവം, വികാരം. വികാരം.
വികാരം, പിന്നെ മഹാഭാവം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നടപ്പണാസ്. ഹരേ കൃഷ്ണ. വളരെ ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. വളരെ വളരെ നന്ദി പ്രഭു. എന്ത് പറഞ്ഞോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും പുതിയ അറിവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രഭു. ഇന്നത്തെ ഇതുവരെയുള്ള ക്ലാസ്സിൽ ഇത്രയും ഡീപ്പായിട്ട് ആരും പറഞ്ഞിട്ടില്ല പ്രഭു. പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് വേണം പ്രഭുജി. വളരെ വളരെ നന്ദി പ്രഭുജി. സ്വാഗതം പ്രഭു. ഇനിയും വരണം പ്രഭു. എല്ലാ മാസത്തില് 1, 2, 3 ക്ലാസ് തരണം പ്രഭു. മാസത്തിൽ ഒരു ക്ലാസ് എടുക്കാം, ബാക്കി ടൈമില്ല. കാര്യം നമ്മളെ ടെമ്പിളിൽ പോകണ മംഗളാരതിയൊക്കെ മുടക്കിയിട്ടാ നിൽക്കണേ. കാര്യം ഇവിടെ ഇപ്പൊ 6:30 ആയതേ ഉള്ളൂ. 5:30 ഇവിടുന്ന് രാവിലെ 5:30. ശരി പ്രഭു. ഒന്നെങ്കിൽ ഒന്ന് അതെന്തായാലും വേണം. നന്ദി പ്രഭു. തീർച്ചയായും. ഹരേ കൃഷ്ണ. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും എന്താണ് നിങ്ങളുടെ ഒക്കെ ക്ലാസ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന്മഗൃഹത്തിൽ പ്രവേശിക്കുന്ന പോലെയാണ്. നമുക്ക് അത്ര സന്തോഷമുണ്ട്. ഇത്രയൊക്കെ ഇസ്കോൺ സെന്ററിൽ പോയാലും നമുക്ക് നമ്മുടെ ഭക്തന്മാരെ കാണുമ്പോൾ നമ്മുടെ ജന്മ വീട്ടിൽ പോകുമ്പോൾ എത്രമാത്രം സന്തോഷമാണ്. അതുപോലെയാണ് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വിവാഹട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. അടിപൊളി ക്ലാസ് ആയിരുന്നു ബ്രോ. പ്രഭുജി അടിപൊളി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ പ്രഭു. എല്ലാം ഭഗവാന്റെ ഭക്തന്മാരുടെ കടമെടുത്തത്. പ്രാർത്ഥിക്കും പ്രഭു. രാധാറാണിയുടെ എന്താണ് ഭക്തി കിട്ടാൻ വേണ്ടി ഭഗവാന്റെ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാര്യം നിങ്ങൾക്ക് എവിടെ എല്ലാം ഇപ്പം വിസിറ്റ് ചെയ്യാതെ ഭഗവാനൊക്കെ. നമ്മൾ ഈ മരുഭൂമിയിൽ കിടന്നിട്ട് എവിടെ വിസിറ്റ് ചെയ്യാൻ? നമ്മളെ ഒരു ക്ഷേത്രമുണ്ട്, അത്ര തന്നെ. അത് മതി, അത് വലിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിഷ്യന്മാര് ശിഷ്യന്മാരിങ്ങനെ മാതാജി. അതെ. ശരി മാതാജി. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ.